നമസ്കാരം, ബിന്ദുവിനേനാണ്. ഹോയ പ്ലാന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിന്റെ പ്രൊപ്പഗേഷൻ രീതിയും കാണിക്കുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഇലകളും പൂക്കളുമാണ് ഹോയ ചെടിയുടെ പ്രത്യേകത. ഇത് കട്ട് ചെയ്ത് വെച്ച് പിടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ നിന്നും കട്ടിങ്സ് ഈ നെറ്റിന്റെ കുറച്ച് താഴെയായിട്ട് മുറിച്ചെടുക്കാം. ഇവിടെ നിന്നും വേരുകൾ മുളയ്ക്കും. ഇത് കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറാണ്. പിന്നെ കുറച്ച് മണ്ണിര കമ്പോസ്റ്റ്. ഇത് പെർലൈറ്റ് ഉപയോഗിക്കുന്നത് ചകിരിച്ചോറിൽ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അത് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് ചെടി കേടാവാൻ സാധ്യതയുണ്ട്. പിന്നെ വെർമിക്കുലേറ്റ്, ഇതൊരു ക്രിസ്റ്റൽ പോലെയാണ്. നന്നായിട്ട് വെള്ളം അടിയിലേക്ക് ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ. അപ്പം നല്ല ഇളക്കമുള്ള മിശ്രിതമായിട്ട് നമുക്ക് കിട്ടും. കുറച്ച് സാഫ് കൂടി ചേർക്കുന്നുണ്ട്, ചീച്ചൽ ഇല്ലാതിരിക്കാനാണ്. നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെടി നടാം. 2 ഇഞ്ചിന്റെ ചെറിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ചകിരിനാര് വെക്കുന്നുണ്ട്, മിശ്രിതം അടിയിലേക്ക് പോകാതിരിക്കാൻ. ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് തൈ വെച്ചു കൊടുക്കാം. അടിയിലത്തെ ഇലകൾ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇത് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇത് അമർത്തി കൊടുക്കണം. പിന്നെ ഇത് ഇളകാൻ പാടില്ല, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇളകാതിരിക്കണം. ചെടി നട്ടതിന് ശേഷം നനച്ചു കൊടുക്കുക. ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ഒന്നില്ലെങ്കിൽ ഹാങ്ങിങ് ആയിട്ട് വളർത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് പടർത്തി കൊടുക്കണം. പൂക്കൾ കൊഴിഞ്ഞുപോയ ഭാഗമാണ്. ഇതിൽ വീണ്ടും വീണ്ടും പൂക്കൾ തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇത് മുറിച്ച് കളയാൻ പാടില്ല. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.